ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അങ്ങനെ ഒരു പുതിയ ദിവസം, പുതിയൊരു തുടക്കം. ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ഓക്കെ, സവാരി ഗിരിഗിരി നെട്ടൂരാനോടാണോടാ നിന്റെ കളി. അമ്മൂട്ടി തോന്നക്കര പഞ്ചായത്തിലെ അരിമുഴി നീ ഇന്ന് പെറുക്കി എടുക്കും കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്നത്തെ വീഡിയോയില് അമ്മൂട്ടി ഇന്ന് തോന്നക്കര പഞ്ചായത്തിലെ അരി മുഴുവൻ പെറുക്കിയെടുക്കും. കാണേണ്ടിയിരിക്കണു. അപ്പോ എല്ലാവർക്കും ശരിക്കും ഈ ഒരു വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം നമ്മള് സിനിമയിലൊക്കെ ആഘോഷിച്ച ഒരുപാട് ഡയലോഗ്സ് ഒക്കെ ഇല്ലേ അല്ലെ? അപ്പൊ ഈ മനസ്സിലായിക്കാണ് നമ്മൾ ആദ്യം ഈ ഡയലോഗ് പറഞ്ഞപ്പോ എന്തിനാന്നല്ലേ. അതെ, അപ്പൊ ഈ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറയുന്നത് ചലഞ്ചുമായിട്ടാണ് ഗെയ്സ് വന്നിരിക്കുന്നത്. അതെ അതെ, അതായത് ഇത് ശരിക്കും ഈ ഒരു ഡയലോഗ്സ് ഒക്കെ കോർത്തിണക്കി നമ്മൾ ഇന്നത്തെ ചലഞ്ചിൽ നിങ്ങൾ പറഞ്ഞ പോലെ അല്ലല്ലേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇവർക്ക് ഗാങ് വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മള് എന്നാ പിന്നെ അതുപോലെ ഒരു വീഡിയോ കൂടെ ചെയ്യാന്ന് വിചാരിച്ചല്ലേ അമ്മൂട്ടി? നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ സ്ക്രിപ്റ്റ് 2 ആക്കാൻ പോവുകയാണ്. പാർട്ട് 2 ഇറക്കാൻ പോവുകയാണ്. പാർട്ട് 2 ഇറക്കി പാർട്ട് 3 ആണോ ഇത് പോകുന്നത്? ഞങ്ങൾ ഭയങ്കരമാണ് ഗൈസ്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളം ഫിലിം ഡയലോഗ്സ് ചലഞ്ച് ആണ്. അതായത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തീർക്കണം. പറയാൻ പറ്റുമോ അമ്മൂട്ടി? നമ്മള് സിനിമയിലൊക്കെ കണ്ട് ആസ്വദിച്ച ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഇന്ന് എടുത്ത് വീശാൻ വേണ്ടി പോവാണ് അമ്മൂട്ടി. പണ്ടത്തെ ഡയലോഗ് ഒക്കെ കിട്ടും, ഇപ്പോഴത്തെ ഡയലോഗ് ഒക്കെ അത്ര ഓർമ്മയില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ പണ്ടത്തെ ഡയലോഗ്സ്, അതായത് ഈ 90 കിഡ്സിനൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് കേറ്റാം കേട്ടോ, അല്ല അമ്മൂട്ടി? അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മലയാളീസും അതുപോലെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണും. അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ കാണുവാണെങ്കിൽ അവർക്ക് ഈ ഡയലോഗ്സ് ഒക്കെ മനസ്സിലാവോ? അതെനിക്കറിയില്ല. പക്ഷെ അവർ എൻജോയ് ചെയ്തോളൂ അല്ലെ? വായിക്കാൻ അറിയില്ലല്ലോ. അതാണ് തൊരപ്പം കൊച്ചുണ്ണി. എനിവേ, ഇന്നത്തെ നമ്മുടെ ഡയലോഗ് ആണല്ലോ വരുന്നത്. ഇന്ന് ഫുള്ള് ഡയലോഗ്സ് ആണ്, ഡയലോഗ്സിലാണ് കളി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി, നിനക്ക് സിനിമ ഡയലോഗ്സ് ഒക്കെ അറിയാവോ? എനിക്ക് പഴയതൊക്കെ ഇച്ചിരി ഒക്കെ അറിയാം. കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം അല്ലെ? പക്ഷെ എല്ലാം കാണാപ്പാടം പഠിച്ചു പറയണെങ്കിൽ നമുക്ക് ചിലപ്പോ ഗെയിം കളിക്കുമ്പോ ചിലപ്പോ കിട്ടത്തില്ല, അല്ലാതെ ചിലപ്പോ പറയുമ്പോഴേക്ക് പെട്ടെന്ന് കിട്ടും. നേരത്തെ ഞാൻ പോലും അറിയാതെ എത്ര പെട്ടെന്ന്. അതെ, നമ്മള് ഇൻട്രോ തുടങ്ങാൻ നേരത്തെ സംസാരിച്ച ആ ഡയലോഗ്സ് ഒക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നയാ. പക്ഷെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് അല്ല കേട്ടോ ഗൈസ്. ഞങ്ങക്ക് ഇപ്പൊ ടിൻചൻ പറഞ്ഞപ്പോഴേക്ക് ആ ഫ്ലോയില് എനിക്കും കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. അതായത് ആ ഒരു വൈബിൽ അങ്ങ് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളിപ്പോ കളിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പിന്നെ അത് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശരിക്കും ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഗൂഗിളിനകത്ത് നിന്ന് തന്നെ സെർച്ച് ചെയ്തെടുക്കാം. ഒരുപാട് ഡയലോഗ്സ് ഒക്കെ കിട്ടൂലോ മലയാളം ഫിലിംസിൽ. ശരിക്കും നമുക്ക് കിട്ടുന്ന ഡയലോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് മലയാളീസിന് അറിയാവുന്ന മോനെ സവാരി ഗിരിഗിരി, നെട്ടൂരാനോടാണ് നിന്റെ കളി, തോന്നക്കര പഞ്ചായത്തിലെ അരി മുഴുവൻ പെറുക്കിയെടുത്തു, ഇതൊക്കെ തന്നെ അല്ലെ? അപ്പൊ ഇതൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും വീഡിയോയില്. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാങ് ചലഞ്ച് ആണ്. അതായത് ഇങ്ങനെ വാ പൊത്തി നമ്മള് അത് പറയും. അതായത് ഞാൻ ബാക്കിൽ നിന്നിട്ട് അമ്മുവിന്റെ ബാക്കിൽ നിന്നിട്ട് അമ്മു എന്റെ ബാക്കിൽ നിന്നിട്ടും നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒരു ഡയലോഗ് കണ്ടുപിടിക്കുക. ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്നാ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ നമുക്ക് എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡയലോഗ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതായതുണ്ടോ മലയാളം ഫിലിംസിലെ എവിടെ പോയി മലയാളം ഫിലിംസിലെ എല്ലാ ഡയലോഗ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന ഡയലോഗ് ടിൻചൻ അറിയൂല ആ സമയത്ത്. ഞാൻ ഏതാണോ എടുക്കുന്നത് ഞാൻ ചെവിയില് പറയും അല്ലേ? അതെ അതെ, എന്നിട്ട് ടിൻചൻ അത് അപ്പൊ എങ്ങനെയാ ഞാനത് പറയും. ഞാൻ പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് അത് എന്താണെന്ന് നിങ്ങളും കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇവള് ലാസ്റ്റ് പറയും ഇന്ന സിനിമയാണ്, ഇന്ന ഡയലോഗാണ് പറഞ്ഞതെന്ന് നീ പറയണം. ബട്ട് ലാസ്റ്റ് നമുക്കറിയാലോ ഞാൻ എങ്ങനെയാണ് ആ ഡയലോഗ് പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും വീഡിയോ ഒപ്പിച്ചിരിക്കും, എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതിന്റെ എൻഡിലേക്ക് ഇത് സംഭവം എന്താണ് നമ്മൾ കാണിച്ചു തന്നിരിക്കും. എനിക്ക് നമുക്ക് ഇവിടെ ഫ്രെയിം വെച്ചാലോ? എന്നത്തെയും പോലെ തന്നെ നമുക്ക് തുടങ്ങാൻ പരിപാടി. അമ്മൂട്ടി ഓക്കെ അല്ലേ? ഫ്രെയിം ഓക്കെ അല്ലേ? ഓക്കെ റെഡി. അപ്പൊ
നിനക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? എനിക്ക് ഡൗട്ടേ ഉള്ളൂ. ശരി, എന്നും ഡൗട്ടോ? പറ. എനിക്ക് ടീച്ചർ പറഞ്ഞ മനസ്സിലായില്ല. ഇങ്ങനെ ടീച്ചർ എന്റെ പുറകിന്ന് വാ പൊത്തുമ്പോ ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോ ഇവിടെ ആര് കണ്ടു പറയും? സോ എടി, അതായത് നമ്മളിത് ആക്ട് ചെയ്യല്ല, പിന്നെ നമ്മളിത് പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഡയലോഗ് പറയുമ്പോഴത്തേന് അത് വാ പൊത്തി കഴിയുമ്പോഴത്തേന് അത് പറയാൻ ശ്രമിക്കുകയാണ്. പറയാൻ ശ്രമിക്കുമ്പോഴത്തേന് അത് ആ ഒരു ഡയലോഗിനെ എങ്ങനെയാണ് നീ പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഏറ്റവും ഒടുവിൽ ഞാനത് പറയും, ഇന്നതാണ് പറഞ്ഞതെന്ന് പറയും. പക്ഷെ അതിനെയാണോ ഇങ്ങനെയെന്നും ഇവള് പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് വല്ല മനസ്സിലായോ? ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കത്തി ഇപ്പൊ. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് അത് രഹസ്യമായിട്ട് ഇവരോട് പറയും. അതുപോലെ തന്നെ ഇവിടെ എന്നോടും പറയും. അതിനെയാണ് നമ്മള് രണ്ടാമത് നേരെ ആക്കി സംസാരിച്ച് പറയേണ്ടത്. ഓക്കെ റെഡി? ആർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എനിക്കും ഒന്നും മനസ്സിലാവില്ല. ഇനി നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. റെഡി? അപ്പൊ ഫസ്റ്റ് ഡയലോഗ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? ഓക്കെ, ഫസ്റ്റ് ഡയലോഗ് ഞാൻ തന്നെ അമ്മുവിനോട് പറയാം. ഓക്കെ റെഡി? അമ്മൂട്ടി, ഞാൻ പറയാൻ വേണ്ടി പോണേ. ഫസ്റ്റ് ഡയലോഗ് നമുക്ക് അമ്മുവിന് കൊടുക്കാം. ഓക്കെ റെഡി? വേഗം. ഓക്കെ റെഡി? സോറി, ഞാൻ നിന്നോടാണല്ലോ പറയണ്ടത്. അത് പറഞ്ഞാ മതി, അതെന്താണെന്ന് പറഞ്ഞാ മതി. പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, പറഞ്ഞു. എന്താ പറയുന്നത്? ഓർക്കെ കറക്റ്റ് പറയും. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വലിച്ചു കീറുന്നുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് പറയുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ ആ ഡയലോഗ് പറഞ്ഞത് കൊണ്ട് മാത്രം എനിക്കത് മനസ്സിലായി അതെന്താണെന്ന്. എന്തായിരുന്നു പറഞ്ഞു? മൊയ്തീനെ ആ ചെറിയ സ്പാനർ അതിനെയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. ഒന്നുകൂടെ മനസ്സിലാക്കി. പറഞ്ഞു, ഇനി പറഞ്ഞു. ഇനി പറയുമ്പോ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? കരഞ്ഞു നിലവിളിക്കും. മൊയ്തീനെ എന്റെ കരച്ചിലോട്ട് ഞെട്ടും. ഓക്കെ, യുവർ ചാൻസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇനി അമ്മു എനിക്ക് പറഞ്ഞുതരും ആ ഒരു ഫിലിം ഡയലോഗ്. അപ്പൊ അതിനെ ഞാൻ ഏത് രീതിയിൽ സംസാരിപ്പിച്ച് കറക്റ്റ് ആക്കും എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണോ? നിനക്ക് ഡയലോഗ് കിട്ടിയോ? എടുത്തോ. ഓക്കെ, ഇതെന്നാ ട്രെയിൻ പാളോ? കുശു 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 കേൾക്കാം. കുശു കുശു ഇതെന്തോന്ന്? എന്റെ കൈ ഇങ്ങനെ പോകുന്നു ഏറില്. ഇപ്പൊ ഏകദേശം നിധിയാണ്. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ദാസ. ഏതല്ലേ സംഭവം? ഇത് ഏറെ വന്നിട്ട് ഈ സാധനം എടുത്തില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന പോലല്ല, ഈ ഒരു ചലഞ്ച് എന്ന് വെച്ചിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് പൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് ഉള്ളിലൊരു സാധനം ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാതെ വരുമ്പോ അപ്പൊ നമുക്കൊരു ഇത് വരും, പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭയങ്കരമാണ് കേട്ടോ. ഓക്കെ, ഇത് അങ്ങോട്ട് ഇതോ. അടുത്ത ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇതിനകത്താണ് സെർച്ച് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. കാരണം പെട്ടെന്ന് വേറെ കിട്ടണ്ട, മാറിപ്പോയിരിക്കാൻ. ഓക്കെ ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ,
സൗണ്ട് അവിടെ ബ്ലോക്കായി അല്ലേ? ഒന്നുകൂടെ സംസാരിക്കും. അടുത്തു പോയി സംസാരിക്കോ. ഉറക്കെ പറ. ഒരുപാട് തൊണ്ടിമാര് സംസാരിക്കുന്നവരുണ്ട്. മനസ്സിലേട്ട് പൊട്ടി. അതായത് ഡയലോഗ് എന്താണ് പറഞ്ഞു കൊടുക്ക്? എന്താടാ വയല് നീ നന്നാവാത്ത എന്തായിരുന്നു? എന്താടോ സംസാരിക്കുമ്പോ എന്താണോ വന്നു കഴിയുമ്പോ പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ആയി പോവാ. പിന്നെ ഇത് പിന്നെ ഏറ് അതുകൊണ്ടാണ് പിന്നെ വരാത്തത്. ഓക്കെ ഒന്നുകൂടെ പറയാം. എന്താണോ വാര്യരെ നന്നാവാത്തത്, അതാണ് കേട്ടോ. റെഡി സ്റ്റാർട്ട്. ഓക്കെ. അവിടെ ഇപ്രാവശ്യത്തെ എന്താണേലും ഫുള്ള് വരും, ബാക്കി കിട്ടൂല. ഇപ്രാവശ്യത്തെ എന്താണേലും ഫുള്ള് ഏറി പിന്നെ പറയാൻ കിട്ടുന്നില്ല. അതായത് ഇത് ബ്ലോക്കായി. ആക്ച്വലി എനിക്കിവിടെ പല്ലിന് കംപ്ലൈന്റ് ആയി കിടക്കുകയാണ്. അതിന്റെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അയ്യോ, ഇനി അമ്മു സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ റെഡി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഒരു നമ്മുടെ വീട്ടില് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗെയിമായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ചലഞ്ചാണ് കേട്ടോ. നല്ല രസമുണ്ട്. അത് തമാശയുണ്ടാവും. കാരണം രണ്ടുപേര് തമ്മിൽ കളിക്കുമ്പോൾ തന്നെ ഇത്ര നമുക്ക് ചിരി വരും അവര് പറയുന്നത് കേൾക്കുമ്പോഴത്തേനും അത് കാണുമ്പോഴത്തേനും. അപ്പൊ ഒരുമിച്ച് ഒരുപാട് പേര് കളിക്കുമ്പോഴേക്കും ഒന്നും കൂടെ പൊളിയായിരിക്കും. നല്ല രസമായിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും. കോമഡി ആയിരിക്കും കേട്ടോ. ഓരോരുത്തർ ആക്ഷൻ ഒക്കെ കാണാൻ വേണ്ടിട്ട്. റെഡി നിന്റെ. അപ്പൊ ഞാൻ ടിൻഷന് കൊടുക്കുകയാണ്. നോക്കട്ടെ. ആ ഓക്കെ. ഇത് ചിലപ്പോ കിട്ടിക്കാണില്ല. അവർക്ക് കിട്ടിക്കാണുന്നില്ല. ഇത് നിങ്ങൾക്കുള്ള ചലഞ്ചാണ് ഗൈസ്. എന്താന്ന് പറഞ്ഞത് നിങ്ങൾ പറയുക. ആണോ? അപ്പൊ ഞാൻ പറയണ്ടേ ഇത് എന്താ? വേണ്ട, ഇത് നമുക്ക് ഇവർക്ക് കൊടുത്തേക്കാം. ഓക്കെ എന്നാ പിന്നെ അമ്മുവിനെ കേട്ടോ. ഇവിടെ ഇരുന്നോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. അതെ അതെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു. നിങ്ങൾ നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതിലൂടെ മനസ്സിലാക്കാം. അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗാണ് അമ്മൂട്ടി. അതായത് ഈ ഡയലോഗ് സാധനമാണ്. അത് ഞാൻ പറയുമ്പോ എങ്ങനെ ഇരിക്കും അറിയാൻ മേല. ഓൾഡോ സോറി റെഡി 1 2 3 സ്റ്റാർട്ട്. റൊമാൻറ്റിക് സാധനമാണ്. നിങ്ങൾ പിടിച്ചോണോ? റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനം. അവർ അടുത്ത് പോയി അതൊരിക്കലും കിട്ടത്തില്ല. അവസാനത്തെ സാധനം, അവസാനത്തെ വാക്ക്. ഇവിടെ ഫുള്ളേറിയ ഡയലോഗാണ് കേട്ടോ. 2-3 പ്രാവശ്യം ആകുമ്പോഴേക്കും മൊത്തം ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളുടെ മുഖത്തേക്കാൾ സൗന്ദര്യം ഓളുടെ കൽബിനാണ് എന്നാണ് കേട്ടോ. അപ്പൊ അത് ഭയങ്കര കടുകട്ടി വാക്കായതുകൊണ്ട് അത് ഒരിക്കലും കിട്ടാൻ ചാൻസില്ല. അവരോട് പറഞ്ഞോ. ശരി, അവര് കേട്ട് നോക്കട്ടെ. ഓള് തിരിച്ച് പറയുമ്പോ എങ്ങനെ ഇരിക്കും നോക്കാം. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എല്ലാം പോയാ ഗൾബ് വരുമ്പോഴത്തേന് ഏറിട്ട്. ഓ മൈ ഗോഡ്. എല്ലാം ഒരേപോലെയാണ്. ഇനി അമ്മുവിന്റെ ചാൻസ് ആണ് കേട്ടോ. രസമുണ്ട് കേട്ടോ. അതായത് ഓരോ വാക്കിനും ഓരോരോ പവർ വരില്ല നമ്മുടെ മൗത്തിന്റെ അകത്ത്. അതായത് ഏറ് വരുന്ന ആ ഒരു പവർ അത് ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേന് അത് പറയാൻ കിട്ടാതെ വരുമ്പോഴത്തേന് ഫുള്ള് എല്ലാം കൈവിട്ടു പോകും. ഓക്കെ എനിവേ നെക്സ്റ്റ് അമ്മൂട്ടി പറഞ്ഞോളൂ. രസമുണ്ട് കേട്ടോ. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ വികസിപ്പിച്ചെടുത്ത ചലഞ്ച് ഗെയിമാണ് കേട്ടോ. അതായത് ഈ ഹാങ് ഗാങ് ഓക്കെ അതൊക്കെ, പക്ഷെ ഈ ഫിലിം ഡയലോഗ്സ് ടെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തല്ലേ അമ്മൂട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളിച്ചിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സംഭവമാണ്. ഓക്കെ. എന്തുവാണ്
ഇതെന്തുവാ നീ കരയുന്ന ആരും കേൾക്കുന്നില്ലേ? ഇത് ആശയം ഇവൻ അറ്റാക്ക് വരുന്ന പോലെ. ശ്വാസം മുട്ടിപ്പോകുന്നു. അതെന്താന്ന് പറഞ്ഞു കൊടുത്ത കുട്ടി. എന്റെ പൊന്നോ, ഇങ്ങനെ തള്ളാൻ ഇവനെ കൊണ്ടേ പറ്റും. സത്യം അതുപോലെ നമുക്ക് എന്റെ പൊന്നോ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ, അതിന്റെ താഴേക്ക് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ദിസ് ഈസ് ലാസ്റ്റ് വൺ കേട്ടോ. മാരക ഡയലോഗാണ്, മാസ് ഡയലോഗാണ്, കിഡിലൻ ഡയലോഗാണ്. ഇത് അമ്മു പറയുമ്പോ എങ്ങനെ ഇരിക്കുന്ന ഇത് അമ്മു തന്നെ പറയണം കേട്ടോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങാണ്. ഇങ്ങനെയൊക്കെ ഡയലോഗ് അങ്ങനത്തെ ഡയലോഗ്. ഈ ഡയലോഗ് മലയാളക്കാരെ മുഴുവൻ, മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഡയലോഗാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, റെഡി. ഒന്നുകൂടെ. ഡയലോഗ് എന്താ അറിയോ? മധ്യ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് പേര് ശശി. ഞാൻ അങ്ങനെ എല്ലായിരുന്നു പറഞ്ഞ മധ്യ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് മന്ത്രി എന്നായിപ്പോയി. മന്ത്രി എന്നാണോ ഞാൻ വിചാരിക്കുന്നു. കിട്ടുന്നില്ല. അതേ സാധനം ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, ഇതെന്താ എന്റെ കഷ്ടമാണല്ലോ. ഇത് വേണ്ട സാരം എങ്ങനെയാലും ഒപ്പിച്ചു കേട്ടോ. എനിവേ, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഒന്നുമില്ലേടെ കുട്ട. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടിപൊളി ഡയലോഗ്സ്, അടിപൊളി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.